സുബൈർ കുഞ്ഞ് ഫൗണ്ടേഷൻ്റെ ബാനറിൽ റിയാദ് ഇനിഷ്യേറ്റീവ് അഗൈൻസ്റ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് റിസ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിനിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും അതിൻ്റെ ശരിയായ ഗുണഭോക്താക്കളിൽ ഇതിൻ്റെ സന്ദേശം എത്തിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുക കൂടിയാണ്. ഡോക്ടർ ഭരതൻ റിയാദിലെ ഒരു നേത്ര ചികിത്സകനാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന റിസയുടെ ഒരു സജീവ അംഗമാണ്. ലോകമെമ്പാടുമുള്ള ജനത ഇപ്പോൾ കോവിഡിൻ്റെ ഭീതിയിൽ വരങ്ങലിച്ച് നിൽക്കുന്ന ഒരവസരമാണിത്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരേ വസതിയിൽ ദിവസം മുഴുവനും കഴിഞ്ഞുകൂടാനുള്ള അസുലഭമായ അവസരമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിട്ടുള്ളത്. കോവിഡിനെ തുരത്താനുള്ള എല്ലാ ശ്രമങ്ങളുമായി സഹകരിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ ബന്ധത്തിലുള്ള ഊഷ്മളതയും സൗഹൃദവും കൂടുതൽ ആഴത്തിലെത്തിക്കാനും അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കുടുംബ ബന്ധങ്ങളിലുള്ള വീഴ്ചകൾ പരിഹരിക്കാനും ഈ അവസരത്തിൽ നമുക്ക് കഴിയേണ്ടതാണ്. ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ലഹരിയുക്ത കേന്ദ്രങ്ങളുടെ സഹായത്തോടുകൂടി എല്ലാവരെയും ലഹരിമുക്തരാക്കാനുള്ള ശ്രമം മറ്റ് കുടുംബാംഗങ്ങൾ സജീവമായി തുടരണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ളത്. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പ്രശസ്തമായ ഒരു കുട്ടിക്കവിതയുണ്ട്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, പക്ഷെ നമുക്കില്ലൊരു ലോകം. വളരെ കാലമായി നമുക്കുള്ള ആ ലോകം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ആ ലോകം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലുള്ള തുടക്കമാകട്ടെ സാമൂഹിക അകലം പാലിക്കാൻ നിർബന്ധിതമായിട്ടുള്ള ഈ ദുരന്തകാലം. ഞാൻ കരുണാകരൻ പിള്ള, റിസയുടെ കേരളത്തിലെ കോർഡിനേറ്റർ. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോവിഡ്-19 സാമൂഹിക വ്യാപനം ചെറുക്കുന്നതിനായി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനാൽ നിങ്ങളെല്ലാവരും കുടുംബങ്ങളുമൊത്ത് ഏറെ സമയം വീട്ടിൽ കഴിയുന്ന സമയമാണ്. പുകവലിയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കും കൂടുതൽ പേർ ഇതിൽ അടിമപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ബോധവൽക്കരണത്തിൽ സാമൂഹ്യ നന്മയെ കരുതി ചിന്തിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. ഒരു ലഹരിമുക്ത സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒന്നായി പോരാടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഷമീർ യൂസഫ്, റിസയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിൻ്റെ കോർഡിനേറ്ററാണ്. ലോകമെങ്ങും കോവിഡ്-19 എന്ന മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാമെല്ലാം സുരക്ഷിതരാകുക എന്ന ലക്ഷ്യത്തോടു കൂടി വീടുകളിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണല്ലോ. ഈ ഒരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യയിലെ റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റിസ വളരെ വ്യത്യസ്തമായ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ആളുകളെ ബോധവൽക്കരിക്കുക എന്ന വളരെ മഹത്തായ, വളരെ മാതൃകാപരമായ ഒരു ദൗത്യമാണ് റിസ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ റിസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും ഓൾറെഡി ആ ക്യാമ്പയിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ സിഗരറ്റിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ട് ജീവിതം ഹോമിച്ചു കളയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെ ബോധവൽക്കരിക്കുവാൻ പറ്റുന്ന വളരെ നല്ലൊരു സുവർണ അവസരമാണ് ഇത്. ഞാൻ നിസാർ കല്ലറ, റിസ റിയാദ് സെൻട്രൽ കമ്മിറ്റി സ്കൂൾ വിഭാഗം കോർഡിനേറ്റർ. സാമൂഹിക പ്രതിബദ്ധതയോടെ ഒരു കൂട്ടം ഡോക്ടർമാരും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രൊഫഷണലുകളും 2012 മുതൽ റിയാദിൽ തുടക്കം കുറിച്ച് അന്തർദേശീയ തലത്തിൽ സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയാണ് റിസ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി. പോരാടാം കോവിഡിനൊപ്പം ലഹരിക്കെതിരെയും. രോഗവും രോഗാതുരതയും ലഹരി വിമുക്തവുമായ ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നമുക്ക് ഒത്തൊരുമയോടെ പോരാടാം. ഈ ലോക്ക്ഡൗൺ കാലത്ത് നവമാധ്യമങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും ഒരു മാസം നീണ്ടു നിൽക്കുന്ന റിസ ലഹരി വിരുദ്ധ ക്യാമ്പയിന് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Hello everybody, this is RISA campaign concerning the awareness of alcohol and substance abuse including smoking and its relationship with COVID pandemic. The COVID pandemic is creating
devastation around the world, including the indulgence in alcohol and other substances. With a special reference to smoking, people are smoking like chain smokers. They are under stress, they are under financial problems, they are under physical and mental threats as a result of this pandemic. And this is the best opportunity to stop alcohol and other drug abuse and quit smoking slowly or abruptly. And there are ways to do that. If there is any problem, you can consult the psychiatrist, public health specialist, who have some knowledge in drug abuse, and the things can be improved very quickly. If some withdrawal symptoms, some headache, some other symptoms, it can be managed very easily. So this campaign is especially for stopping the drug abuse, different types of drug abuse. If you have any problem developing, like mental health problem, if you are quitting the smoking or quitting the substance abuse, developing any signs, symptoms, so there is a way. Regarding the mental health issues, I'm on online consultation. We can talk using Zoom application, and I think we should send this kind of message to our India that we are working very hard day in and day out to consult any person, South East Asian origin or any person from any part of the world, to give them consultation regarding substance abuse as well as other mental health issues. So feel free to talk. Please obey strictly the rules of lockdown, and forum will remain open to discuss anything that you have in your mind. Please ask freely without any hesitation, and we will respond. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകം കോവിഡ്-19 എന്ന വൈറസ് രോഗത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. മാനവരാശി ഒന്നാകെ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഇതിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. സ്റ്റേ അറ്റ് ഹോം എന്ന മുദ്രാവാക്യവും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുമായി നാം വീട്ടിലിരിക്കുകയാണ്. അമിത മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് അതിൽ നിന്നും മോചനം നേടാനുള്ള ഒരു സുവർണ അവസരമാണിത്. കുടുംബത്തിൻ്റെ സഹായത്തോടെ വിമുക്തി കേന്ദ്രങ്ങളെ സമീപിക്കാൻ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഡോക്ടർ അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിൽ റിസ ടീം ഇതിനായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. A very good day to all of you. Corona or COVID-19. We are all worried about this new pandemic that has affected each one of us around the world. It is spreading like wildfire. A complete lockdown of almost every place around the world. This has to be really taken very seriously. We find it very difficult to accept our friends, relatives, neighbors, everyone around us directly or indirectly getting affected by this pandemic. The best thing to do for this is to come over it, to create awareness, and here is where society plays a major role. How do we come out of it, and what is awareness? Awareness is the first and foremost thing that we require is courage. Courage, it has to be first from your side, in your mind. It has to come from you. It has to be instilled in your family, your friends, your relatives, your society. Once your society becomes strong and courageous to face any situation, it becomes a lot more easier. Stay home, stay safe. This is the best thing to do. But you can stay safe from everything. You can form or recreate yourself. Those who are into some sort of addiction can try to come out of it. Here is where we in RISA play a major role. And how was it? I have learned through many learned people
medical, paramedical, and other faculty members that the main reason for people getting affected by corona is because their immunity power is low. They are not strong enough. Their lungs are weak. The liver is weak. There's so many things. The main factor for this is you are into some sort of addiction. The main reason. And this is the best time for you to come out of it. Best time is to recreate yourself. Be courageous that you can do it and you will do it. And here, RISA is all there to help you in all possible ways. We have tried to spread this message around the kingdom, to our country, back home in India, to the other places in the world, just to create this awareness and help people who are severely addicted to any sort of drugs to come out of it. And this is the right time. We are thanking social media for helping us spread this message. I hope I am clear as a member of RISA team, core member of RISA team. I hope I have made my message quite clear to all of you, and looking forward to see that more and more of you get involved in this and try to spread this message throughout the world. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നൂഹ് ജുബൈർ റിസയുടെ കോർഡിനേറ്റർ. സാമൂഹിക അകലം പാലിച്ചു വീടുകളിൽ കഴിയുന്ന എല്ലാവർക്കും സുഖക്ഷേമം നേരുന്നു. ലഹരിമുക്ത സമൂഹത്തിനായി വർഷങ്ങളായി റിയാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റിസയുടെ സകല സാരഥികൾക്കും വിശിഷ്യ ഡോക്ടർ അബ്ദുൽ അസീസ് അവർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ. COVID-19 എന്ന മഹാമാരിയുടെ ഈ അതിവിചിത്രമായ സാഹചര്യത്തിൽ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നവരെ ആ മഹാവിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി റിസ കൂടുതൽ ശക്തിയാർജിച്ചൊരു പുതിയ ക്യാമ്പയിൻ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് സകല ഭാവങ്ങളും നേരുന്നു. COVID-19 ഈ കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കൾ കിട്ടാതെ വരുമ്പോൾ അതില്ലാതെയും ജീവിക്കാൻ സാധിക്കുമെന്നൊരു തിരിച്ചറിവുണ്ടാവുകയും അതിൽ നിന്ന് ശക്തിയാർജിച്ചുകൊണ്ട് ലഹരിമുക്ത സമൂഹത്തിലേക്കുള്ള യാത്രയുടെ ദൂരം കുറക്കുമെന്ന്, അതിനൊരു നിമിത്തമാകുമെന്നും ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടെ സകല ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ ഹക്കീം, സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നാണ്. നാം എല്ലാവരും COVID-19 എന്ന പാൻഡമിക് വൈറസിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണല്ലോ. ഈ COVID-19 ലോക്ക്ഡൗൺ കാലത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതുകൊണ്ടും വിപണന മേഖലയിലെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാത്തതുകൊണ്ടും നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ലഭ്യത നിലച്ചിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് എത്തിച്ച് ഈ സാമൂഹ്യ വിപത്തിൽ നിന്നും കരകയറാൻ അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ COVID-19 ലോക്ക്ഡൗൺ കാലത്ത് ഇത്തരം സാമൂഹ്യ വിപത്തുകളെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് സുബൈർ കുഞ്ഞ് ഫൗണ്ടേഷൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഡോക്ടർ ജോഷി ജോസഫ്, റിയാദിലെ ഒരു പോളിക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റായി ജോലി ചെയ്യുന്ന റിസയുടെ അംഗമാണ്. COVID-19 എന്ന മഹാമാരിയുടെ സാമൂഹ്യ വ്യാപനം തടയുവാനായി നാം എല്ലാവരും കുടുംബാംഗങ്ങളുമായി അധിക സമയവും വീടുകളിൽ കഴിയുന്ന ഈ വേളയിൽ അന്താരാഷ്ട്ര തലത്തിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന റിസയുടെ 1 മാസം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനിൽ നമുക്കും പങ്കാളികളാകാം. ഒരു ലഹരി വിമുക്ത നാളേക്കായി നമുക്കും അണിചേരാം. അസ്സലാമു അലൈക്കും. ലോകം മുഴുവൻ പിടിച്ചു കുലുക്കിയ ഈ മഹാമാരി നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മൾ ഓരോരുത്തരും അതുപോലെ നമ്മൾ കൂട്ടപ്പെട്ടവരും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലും നല്ലത് ഭവിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കും. ഈ ലഹരി വിമുക്ത ക്യാമ്പയിൻ റിസ നടത്തുന്ന ക്യാമ്പയിനിൽ നമ്മൾ ഓരോരുത്തരും ഭാരവാഹികളായി അഡിക്റ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു അവരെ ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സന്ദർഭം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും. സമൂഹത്തോട് പൊതുവെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും.
അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. കഴിയുന്ന രീതിയിൽ മെഡിക്കലായിട്ടുള്ളവരായാലും നോൺ മെഡിക്കലായിട്ടുള്ള ആൾക്കാരായാലും ശരി തന്നെ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അതിന് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് നിൽക്കണം. റിസയ്ക്കും വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജാഫർ തങ്ങൾ, കോഴിക്കോടിനടുത്ത് താമരശ്ശേരിക്കടുത്ത് കോളിക്കൽ സ്വദേശിയാണ്. റിയാദിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. COVID-19 നമ്മെ എല്ലാവരെയും നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ റൂമുകളിൽ തളച്ചിട്ടിരിക്കുകയാണല്ലോ. ഇത് നമുക്ക് ലഭിച്ച ഒരു അസുലഭമായ മുഹൂർത്തമാണ്, അല്ലെങ്കിൽ അസുലഭമായ ഒരു അവസരമാണ്. നമുക്കിടയിൽ നമ്മുടെ സഹോദരങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ മദ്യത്തിനും മയക്കമരുന്നിനും അടിമപ്പെട്ട് വിഷമിക്കുന്നവരായിട്ട് നമുക്കറിയാം. ഇവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ഇത്രയും ഭംഗിയുള്ള ഒരു അവസരം ഇനി നമുക്ക് ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ളൊരു അവസരം ലഭിക്കാതെ നമ്മളിട്ടും ആഗ്രഹിക്കുകയുമില്ല. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തി മദ്യത്തിനും മയക്കമരുന്നും അടിമപ്പെട്ടവരെ ആ ഭയങ്കരമായ ഗർത്തത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ഒരു സമയമായി ഇതിനെ ഉപയോഗിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. റിസ ഒരുക്കുന്ന മദ്യത്തിനെതിരെ മയക്കമരുന്നിനെതിരെ എന്ന ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുന്നു. ലഹരിക്കെതിരെയുള്ള റിസയുടെ പോരാട്ടത്തിൽ അണിചേരുവാൻ ഞാനും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഈ ലഹരി വിമുക്ത സമൂഹത്തിനു വേണ്ടി റിസ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ വാഗ്ദാനം നൽകുന്നു.